അപ്പം വീണ്ടും മറ്റൊരു ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച കാഴ്ചകൾ മാത്രമല്ല, ശനിയാഴ്ചത്തെയും കാഴ്ചകളുണ്ട്. നാട്ടിൽ പരമല പെരുന്നാളിൻ്റെ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ കണ്ട് പരമല പെരുന്നാൾ കൂടാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്ന നമുക്ക് അതേ ഫീലോടുകൂടി 2 ദിവസം നമ്മൾ ഇതൊന്നും മിസ്സായി പോയിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള 2 ദിവസമായിരുന്നു കഴിഞ്ഞ 2 ദിവസം. വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് മുമ്പ് ഓരോ പ്രെയർ ഗ്രൂപ്പിൽ നിന്നും പള്ളിയിലേക്ക് പദയാത്ര ഉണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം പോകാം. അങ്ങനെ സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിക്ക് ചുറ്റൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. സ്ഥലപരിമിതികളുണ്ടെങ്കിലും നമ്മൾ മലയാളികളല്ലേ, നമുക്കെന്ത് പരിമിതി. അങ്ങനെ മനോഹരമായ അനുഗ്രഹീതമായ മറ്റൊരു പെരുന്നാൾ റാസയിലൂടെ പങ്കെടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു പരമല പെരുന്നാളും റാസയും പദയാത്രയൊക്കെ മിസ് ചെയ്ത ഒരുപാട് പേർക്ക് ഇത് ആ വിഷമങ്ങളെല്ലാം ഭേദിക്കുന്ന ഒരു പെരുന്നാളായി മാറി. പിന്നെ പെരുന്നാളെന്ന് പറയുമ്പോഴത്തേക്ക് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ അടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. നല്ല കിടിലൻ ചെണ്ടമേളമായിരുന്നു. നാട്ടിൽ എങ്ങനെ പെരുന്നാളിന് ഉത്സവത്തിന് നിൽക്കുന്നു അതേ ഫീൽ നമുക്ക് ഇവിടെ കിട്ടി. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും പൈശാചിക ഉപദ്രവങ്ങളും. അങ്ങനെ മറ്റൊരു ഞായറാഴ്ച. ഇന്ന് പെരുന്നാൾ കുർബാനയാണ്. പള്ളിക്കകത്തൊന്നും നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, പുറത്തും അതുപോലെ തന്നെ. ഇന്ന് പെരുന്നാൾ നേർച്ച ഉണ്ടായിരുന്നു. പെരുന്നാൾ നേർച്ച നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് പെരുന്നാൾ നേർച്ച അപ്പം കൊണ്ടുവന്ന് അതുപോലെ തന്നെയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു പരമല തിരുമേനിയുടെ പെരുന്നാൾ കൂടി കഴിഞ്ഞു. എല്ലാ പരിപാടികളുടെയും വിജയം എന്ന് പറയുന്നത് നമ്മൾ പോലും കാണാതെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ പേരായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തുനിന്ന് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ പറഞ്ഞ് അങ്ങനെ മറ്റൊരു ദിവസം കൂടെ അവസാനിച്ച് വീണ്ടും കാണുന്നവരെ ബൈ.